എവരിവൺ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു പറ്റം എൻജിനീയേഴ്സ് കണ്ടുപിടിച്ച പുതിയ തരം ടെക്നോളജി, പ്രത്യേകതരം ലോക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ തവണത്തെ സോൺ ടെക് എന്ന ഈ പ്രോഗ്രാം നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ ടെക്നോളജിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ആ എൻജിനീയേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ട് അഹോരാത്രം അവരുടെ എന്താ പറയുക ബുദ്ധി എൻജിനീയറിങ് ചെയ്തിട്ടാണ് ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഇത് പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം കണ്ടപ്പോൾ അത് പറയുന്നത് ഇത് ഭയാനകമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ചു, പഠിച്ചു, നോക്കി. അപ്പോൾ അദ്ദേഹം തന്നെ നമുക്കത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല അത്രമാത്രം ക്ലാരിറ്റി ഉണ്ടായിരിക്കുമെന്നായും അദ്ദേഹം എന്നെ ഫോൺ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഇത് എയർ ടൈറ്റ് കൂടെയാണെന്നാണ് ഈ ലോക്കിംഗ് സിസ്റ്റം. അതായത് ഒരു ഉറുമ്പിന് പോലും ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. വെൽക്കം ടു അവർ സോൺ ടെക് എപ്പിസോഡ് 7. ഓക്കെ, ഇത് പുതിയതായി കണ്ടുപിടിച്ച ഒരു തരം കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ലോക്കിംഗ് സിസ്റ്റമാണ്. നമ്മളിത് സ്പെഷ്യലി നമുക്ക് ഈ കേരളത്തിൽ എറണാകുളത്ത് മാത്രമാണ് നമ്മൾ ഇപ്പം ഇറക്കിയിട്ടുള്ള ഒരു പേറ്റന്റ് മേടിക്കാനായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. പേറ്റന്റ് വേണ്ടിയിട്ട് അവർ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു കാരണവശാലും ഈ ലോക്ക് ഒരിക്കലും തുറക്കാൻ പറ്റില്ല. എയർ ടൈറ്റും കൂടെ തന്നെ ഒരു കണ്ണീച്ച പോലും ഇതിനകത്ത് പോകില്ല. നമ്പർ ലോക്കിംഗ് സിസ്റ്റം ആണോ അതോ സാധാരണ പൂട്ട് ചാവി വെച്ചാണ് ലോക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ആർക്കും ഫുൾ സെക്യൂരിറ്റി ആണ്. ഒരു കാരണവശാലും തുറക്കാൻ പറ്റൂല. അത് നമ്മൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ പുറകിൽ എഞ്ചിനീയറിംഗ് പട തന്നെ നമ്മൾ ഇതിന്റെ 2-3 വർഷത്തെ ഒരു ഗവേഷണത്തിനൊടുവിലാണ് ഇത് കണ്ടെത്തിയത്. ഒരിക്കലും തുറക്കാൻ പറ്റുന്നത്. ചാവി പോയാൽ തീർന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സാധനം എടുക്കാൻ പറ്റും. ലോക്ക് കൂടെ പുറത്തെടുക്കണം. അപ്പൊ അതായത് ലോക്കറൊന്നും സംഭവിക്കില്ല. സാധനം